ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുമാവില്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ എന്നാൽ എന്ത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരാണ് ബൈയിങ് ഡിസിഷൻസ് അഥവാ ഡിറ്റർമിനൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നത്. എക്സാമിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഏത് രീതിയിലും ചോദിക്കാം. സോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നായിട്ട് കൺസ്യൂമർ ബിഹേവിയർ എന്നാൽ എന്ത്, അതിൻ്റെ മീനിങ്ങിൻ്റെയും ഡെഫിനിഷൻ്റെയും ഒരു ബ്രീഫ് എക്സ്പ്ലനേഷന് ശേഷമായിരിക്കും നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നും അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നുള്ളതിൻ്റെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കിനി കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ബിഹേവിയർ എന്ന് പറയുന്നത് ഡൂയിങ് ഓഫ് എനിത്തിങ്, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മളുടെ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഗ്രേറ്റ് പോയറ്റ് ഗോദെ പറഞ്ഞിട്ടുള്ളത് ബിഹേവിയർ എന്നാൽ നമ്മളുടെ ഇമേജ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മിററാണ് ബിഹേവിയർ എന്നാണ് പോയറ്റ് ഗോദെ പറഞ്ഞിട്ടുള്ളത്. ഇനി കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നുള്ളത് നോക്കാം. Consumer behavior is a study of why people buy. It is the behavior of the consumers at the time of buying or using goods or services. ഒരു ഗുഡ്സോ സർവീസസോ ബൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ കൺസ്യൂമർ എടുക്കുന്ന തീരുമാനങ്ങൾ, അതല്ലെങ്കിൽ കൺസ്യൂമർ ആ ടൈമിൽ ആ ഒരു വാങ്ങുന്നതിനോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിനോ കാണിക്കുന്ന ഒരു ബിഹേവിയർ എന്താണെന്നുള്ളതിൻ്റെ ഒരു കേസ് ഓഫ് സ്റ്റഡിയെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി വോൾട്ടർ ആൻഡ് പോൾ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ പ്രോസസ് വെയർ ബൈ ഇൻഡിവിജ്വൽസ് ഡിസൈഡ് വാട്ട്, വെൻ, വെയർ, ഹൗ ആൻഡ് ഫ്രം ഹും ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മളൊരു ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളത് എന്തിന് വാങ്ങി, എങ്ങനെ വാങ്ങി, എവിടെ നിന്ന് വാങ്ങി, എങ്ങനെ വാങ്ങണം, ആരെടുത്ത് നിന്ന് വാങ്ങണം, അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ഡിസൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ പ്രോസസ്സാണ് കൺസ്യൂമർ ബിഹേവിയർ എന്നാണ് വോൾട്ടേഴ്സ് ആൻഡ് പോൾ പറയുന്നത്. ഇനി ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ മീൻസ് ദ പ്രോസസ് ആസ് ടു ഹൗ കൺസ്യൂമർ മേക്ക് ദെയർ പർച്ചേസ് ഡിസിഷൻ ടു മീറ്റ് ദെയർ നീഡ്സ്. അവരുടെ ആവശ്യങ്ങൾ, കൺസ്യൂമറിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അയാളുടെ നീഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കൺസ്യൂമർ എടുക്കുന്ന ഡിസിഷനെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് എന്നാണ് ഷോർട്ടായിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞാൽ. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ എന്നാൽ ഒരു ഓവറോൾ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഷോർട്ട് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഇതാണ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളൊരു ഗുഡ്സോ സർവീസസോ വാങ്ങുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തെയാണ് നമ്മളുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഗുഡ്സ് ആയാലും സർവീസസ് ആയാലും നമ്മളത് വാങ്ങുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ആ ഒരു കേസ് സ്റ്റഡിയെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എത്തി. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ചാൽ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരു ബയ്യറിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് മുതൽ അത് വാങ്ങിക്കഴിയുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ബയ്യറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ബയ്യിങ് പ്രോസസ്സിലുള്ള ത്രൂ ഔട്ട് കാര്യങ്ങളും ആ ബയ്യറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളെയെല്ലാം വേർപെടുത്തി അതിനെയൊക്കെ ഡിഫറെൻറ്റ് ഫാക്ടറാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അഞ്ച് ഫാക്ടേഴ്സ് ആക്കിയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ആ 5 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, 2 സോഷ്യൽ ഫാക്ടേഴ്സ്, 3 കൾച്ചറൽ ഫാക്ടേഴ്സ്, 4 പേഴ്സണൽ ഫാക്ടേഴ്സ്, 5 എക്കണോമിക് ഫാക്ടേഴ്സ്. ഇനി ഈ 5 ഫാക്ടേഴ്സിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഈ സൈക്കോളജിക്കൽ ഫാക്ടറുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. സൈക്കോളജിക്കൽ ഫാക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസാണ്. എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും മെൻ്റൽ പ്രോസസ്സ് അവരുടെ ബിഹേവിയറിനെ ഔട്ട്കം ചെയ്യും. ഈ മെൻ്റൽ പ്രോസസ്സാണ് കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതൊരു ഇൻറ്റേർണൽ ഫാക്ടറാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ സൈക്കോളജിക്കൽ ഫാക്ടർ
ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്തിനാണ് വാങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഒരു റീസണ്, അതിൻ്റെ ഒരു റീസണ് നമ്മളെടുത്തുണ്ടാവും. ആ റീസണ് എന്താ പറയുക, നമുക്ക് എങ്ങനെയാണ് വരുന്നത്, നമ്മളുടെ മെൻ്റൽ പ്രോസസ്സ്, നമ്മൾ ചിന്തിച്ചിട്ടാണ് എന്തിനാണ് നമ്മൾ വാങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെയാണ് കിട്ടാം, ചിന്തയിലൂടെയാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഈ സൈക്കോളജിക്കൽ ഫാക്ടറെ ഒരു 5 തരമായിട്ട് ഡിഫറൻറ്റിയേറ്റ് ചെയ്തിട്ടുണ്ട്. 5 ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതിൽ 1 കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ, 2 പ്രിസെപ്ഷൻ, 3 ലേണിംഗ്, 4 ബിലീഫ്സ്, 5 ആറ്റിറ്റ്യൂഡ്സ്. ഫസ്റ്റ് വൺ, കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ നീഡ്സാണ് നമ്മളെ ഒരു ബൈയിങ് ഡിസിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മളുടെ നീഡ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. നമ്മളുടെ ആവശ്യത്തിനുള്ള, നമുക്ക് എന്താവശ്യമാണോ വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മോട്ടീവ് ആവും. കാരണം ആ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസസിനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഇങ്ങനെ മോട്ടീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഫോഴ്സ് കൺവേർട്ട് ചെയ്യുന്ന ഈ നീഡ്സ് ആൻഡ് വാണ്ട്സിലേക്കുള്ള ഈ ഒരു ഫോഴ്സ് നമ്മളെ ഭാഗത്ത് വരുന്ന ആ ഒരു ഫോഴ്സിനെ എന്താണ് പറയുന്നത്, ആ ഒരു മോട്ടീവിനെ പറയുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളുടെ ആവശ്യങ്ങൾ. സോ നമ്മളുടെ ആവശ്യങ്ങളിലേക്ക് എത്താൻ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഫോഴ്സ് മോട്ടിവേഷനായിട്ടും മാറും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ, പ്രിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് പ്രിസെപ്ഷൻ്റെ ബേസിലാണ്. പ്രിസെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റിംഗ് സ്റ്റിമുലി എന്ന് വെച്ചാൽ നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, അതിൽ നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അല്ലെങ്കിൽ സ്മെൽ ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്, അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലികൾ, ഈ ഒരു 5 സെൻസ് ഓർഗൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റിമുലീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന, ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്റ്റിമുലീസിൻ്റെ ബേസിൽ ഉണ്ടാവുന്ന ഇതൊക്കെ ഒരു നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു വേൾഡിലേക്ക് ഒരു കറക്റ്റ് മീനിങ് ഫുൾ പിക്ചർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമുക്കൊരു കറക്റ്റ് ഇത് കിട്ടും, ഒരു പിക്ചർ കിട്ടും നമുക്ക്. അതാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിസെപ്ഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെൻസ് ത്രൂ വിച്ച് ദ വേൾഡ് ഈസ് സീൻ. നമ്മൾ കാണുന്ന നമ്മളുടെ വേൾഡിലേക്കുള്ള ഒരു ലെൻസാണ് പ്രിസെപ്ഷൻ എന്നാ പറയാറ്. ഈ എക്സ്റ്റേണൽ സ്റ്റിമുലി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സെൻസ് ഓർഗൻസ് കൊണ്ട് നമുക്ക് നമ്മളുടെ ബ്രെയിനിലേക്ക് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജിനെ ബ്രെയിൻ അത് സെലക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ആ ഇൻഫോർമേഷൻ നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് ഔട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് മീനിങ്ങോടുകൂടി നമുക്കൊരു എന്താ പറയുക, ഒരു ഇത് തരും, ഒരു കംപ്ലീറ്റ് ഇമേജ് തരും. അതിനെയാണ് ഈ പ്രിസെപ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റിമുലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും ആയിരിക്കാം, എനിത്തിങ്. സ്റ്റിമുലി എന്തും ആവാം. അതൊരു ഒബ്ജക്റ്റോ പ്രൊഡക്റ്റോ സർവീസോ ഐഡിയയോ അഡ്വർടൈസിങ്ങോ അങ്ങനെ എന്തും ആവാം. അതൊക്കെയാണ് ഈ പ്രിസെപ്ഷൻ എന്ന് പറയുന്നത്. പ്രിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു തിങ്ങിലേക്ക് അയാൾ സ്വയം നോക്കി കാണുന്നതിനെയാണ് പ്രിസെപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിലീഫ് അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, നീഡ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ്, ഇതൊക്കെ അയാളുടെ സ്വന്തമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു ഇൻറ്റേർണൽ ഫാക്ടർ ആവുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ബൈ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. നമ്മൾ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് വാങ്ങും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ വാങ്ങും, പക്ഷേ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് പ്രിസെപ്ഷൻ്റെ പുറത്തായിരിക്കും. പീപ്പിൾ ബൈ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഓർ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്
ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പ്രിസെപ്ഷൻ. അതാണ് ഈ പ്രിസെപ്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തേർഡ് വൺ ആയിട്ടുള്ള ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, കൺസ്യൂമർ ബിഹേവിയറിനെ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഒരാളുടെ അറിവ്, അയാളുടെ നോളജ് വർദ്ധിക്കുമ്പോൾ അയാളുടെ ആ ഒരു എന്താ പറയുക മെൻ്റൽ പ്രോസസ്സ്, അയാളുടെ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു വേറെ ആയിരിക്കും. എന്ന് വെച്ചാൽ അയാൾക്ക് ഒരുപാട് വായനാശീലം, അല്ലെങ്കിൽ അയാൾ കേട്ടറിവ് കുറേ ഉണ്ടാവും, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തത്, എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിലൊക്കെ ആയിട്ട് അയാൾ എന്ത് ചെയ്യും, ആ ഒരു എന്താ പറയുക, അയാൾ ബിഹേവിയറിൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇതിൻ്റെയൊക്കെ ബേസിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ അത് ഈ കൺസ്യൂമർ ബിഹേവിയറിനെ എങ്ങനെ ഇതാവുമെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടോ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെയോ കൊണ്ട് നമുക്ക് ഉണ്ടായ കാര്യങ്ങൾ, ആ ഒരു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും വാങ്ങില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലേണിംഗ്. അതിനെപ്പറ്റി നമുക്ക് അറിയാം. അതുകൊണ്ടാണ്. സോ അതാണ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇനി നാലാമത്തത് ബിലീഫ്സ്. ഒരാളുടെ ബിലീവിനെയോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെയോ മാറ്റാൻ പറ്റുന്ന ഒരു ഫോമാണ് ലേണിംഗ് ഓർ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ അറിവിലൂടെയും പെർസെപ്ഷനിലൂടെയും നമുക്ക് നമ്മളുടെ ബിലീവ്, ആറ്റിറ്റ്യൂഡൊക്കെ മാറിയെന്ന് വരാം. അപ്പോൾ ഈ ഒരു ബൈയിങ് ബിഹേവിയറിൽ ഈ എന്താ പറയുക ബിലീവ്സ് എന്ന് പറയുന്നതും ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നതും നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ബിലീഫ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് തോട്ട് ദാറ്റ് എ പേഴ്സൺ ഹോൾഡ് അബൌട്ട് സംതിങ് എന്നാണ് പറയാറ്. എന്താണെന്ന് വെച്ചാൽ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇങ്ങനത്തെ ഒരു ബിലീഫ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മളുടെ ഒരു ഒപ്പീനിയനോ ഫെയ്ത്തോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വായിച്ച് അറിഞ്ഞ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ബ്രാൻഡിൽ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അയാൾക്ക് ആ ബ്രാൻഡിൽ എന്താ പറയുക, ആ ഒരു ബ്രാൻഡ് തന്നെ വിശ്വസിക്കുന്ന ഒരാൾക്ക് നമ്മൾ വേറൊരു ബ്രാൻഡ് കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അയാൾക്ക് ആ ബ്രാൻഡിലുള്ളത് നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡിലും കൂടെ അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബ്രാൻഡ് അയാളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് ആ ഒരു ബ്രാൻഡിൽ അയാൾ വിശ്വസിക്കുന്ന ബ്രാൻഡിൻ്റെ ആ ഒരു വിശ്വാസം ഇതിലും വന്നാലേ, ഈ പുതിയ ബ്രാൻഡിലും വന്നാലേ അയാൾക്ക് എന്ത് നടക്കുകയുള്ളൂ, അയാൾ ഈ ബ്രാൻഡും വാങ്ങുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക പോലും ഉള്ളൂ. അപ്പോൾ അയാളുടെ ആ ഒരു വിശ്വാസം ശരിയോ തെറ്റോ ആവട്ടെ, പക്ഷേ ആ ഒരു വിശ്വാസം എല്ലാത്തിലും, ഇനിയിപ്പോൾ ഒരു ബ്രാൻഡിലുള്ളത് മറ്റൊരു ബ്രാൻഡിലും നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതാണ് ഈ ബിലീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു ഡിസ്ക്രിപ്റ്റീവ് തോട്ടാണെന്ന് പറയുന്നത്. സോ അതാണ് ബിലീവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫിഫ്ത്ത് വൺ, ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അത് ഈ ബിലീവിൻ്റെ ബേസിലാണ് അത് ഫോം ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് വരിക. അപ്പോൾ ആറ്റിറ്റ്യൂഡും അതുപോലെ ബിലീവ് എന്ന് പറഞ്ഞാലും അതൊരു കോയിൻ്റെ 2 സൈഡ്സ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഒരു ബൈയിങ് ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് അതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലായാലും, റീജിയൻ്റെ കാര്യത്തിലായാലും, എക്കണോമിയിലായാലും, അല്ലെങ്കിൽ ഈ പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിലോ എന്ത് കാര്യത്തിലാണെങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ പേഴ്സൺസ് ഫീലിങ്സ് ടുവേർഡ്സ് എ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻസ്. ഒരു ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൻ്റെയോ എന്താ പറയുക, അതിൻ്റെ പുറത്തുള്ള ഒരു പേഴ്സണൽ ഫീലിങ്സ് ആവാം, ഒരു ആളുടെ ഫീലിങ്സോ ഒക്കെ ആവാം ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താ പറയുക, കൺസ്യൂമറിന് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലോ ബ്രാൻഡിൻ്റെ മേലോ കമ്പനീസിൻ്റെ മേലോ ഒക്കെ ഉണ്ടാവുന്ന ഇത് അതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ കൺസ്യൂമറിന് അതിലേക്കൊരു താല്പര്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനിപ്പോൾ ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളതാവാം, ചിലപ്പോൾ ഒരു ന്യൂട്രലായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഉള്ളതൊക്കെ ആവാം, ചിലപ്പോൾ ലൈക്കോ ഡിസ്ലൈക്കോ ഒക്കെ ആവാം ഒരു പ്രൊഡക്റ്റിനെയോ ബ്രാൻഡിനെയോ കമ്പനീസിനെയോ ഒക്കെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ എന്ന് പറയുമ്പോൾ ഇത് വളരെ എഫക്റ്റീവായിരിക്കും. പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സെല്ലറിൻ്റെ ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിൽ അയാൾ വിശ്വസിക്കുന്ന ബ്രാൻഡിൻ്റെ പോലത്തെ അതുപോലെയുള്ള വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അതിനേക്കാൾ വിശ്വാസമോ നമ്മളുടെ പ്രൊഡക്റ്റിൽ, അതായത് ഈ ഒരു പുതിയ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കിയെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ ഒരു മാർക്കറ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ആ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു പോസിറ്റീവ്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ മേലിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ബിലീവ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാവണം. എന്നാലേ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൺസ്യൂമറിന് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് വിശ്വസിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഈ കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷന്, അതുപോലെ പ്രിസെപ്ഷൻസ്, ലേണിങ്, ബിലീവ്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മുടെ എന്താ പറയുക കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് സബായിട്ട് വന്നത്. സോ ഇതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സെക്കൻഡ് വൺ, കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ആ സൊസൈറ്റിയുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാവും. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത്, കൾച്ചർ ഡിറ്റർമൈൻസ് ആൻഡ് റെഗുലേറ്റ്സ് അവർ ജനറൽ ബിഹേവിയർ. നമ്മളുടെ ജനറൽ ബിഹേവിയറിനെ എന്ത് ചെയ്യും, കൾച്ചർ റെഗുലേറ്റ് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രൊഡക്റ്റോ സർവീസസോ നമ്മൾ വാങ്ങുമ്പോഴോ യൂസ് ചെയ്യുമ്പോഴോ നമ്മളുടെ ഈ ഒരു എന്താ പറയുക എൻവയോൺമെൻറ്റൽ കൾച്ചർ നമ്മളുടെ ആ ഒരു ഇതിൽ എന്താ പറയുക നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളുടെ കൺസ്യൂമർ ബിഹേവിയറിൽ അത് ഗ്രോ ചെയ്യും. അത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഓവറോൾ ആ ഒരു എന്താ പറയുക കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്താ പറയുക നമ്മളിൽ ഉണ്ടാവും. പിന്നെ ഈ ഒരു എന്താ പറയുക വാരിയസ് കൾച്ചറൽ ഫാക്ടേഴ്സ് നമ്മളെ ബൈയിങ് ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ നമ്മളിവിടെ ഈ ഒരു കൾച്ചറൽ ഫാക്ടേഴ്സിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കൾച്ചർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെ, 2 സബ് കൾച്ചറുകളെ എങ്ങനെ, 3 സോഷ്യൽ ക്ലാസ്സുകൾ എങ്ങനെ, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കൾച്ചർ. ഫസ്റ്റ് വൺ, കൾച്ചർ എന്ന് പറയുമ്പോൾ കൾച്ചർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാല്യൂ ആൻഡ് ബിലീവ്. നമ്മൾ ജനിച്ച് വളർന്ന സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന വാല്യൂസ് അല്ലെങ്കിൽ ബിലീവ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അതൊക്കെയാണ് നമ്മളുടെ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൾച്ചറാണ് നമ്മളുടെ എന്താ പറയുക ഒരു സൊസൈറ്റിയിൽ ഒരുപോലെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അതൊരു കൾച്ചറായി പിന്നെ മാറല്. അപ്പോൾ ആ ഒരു ഇത് എന്താ പറയുക നമ്മളുടെ ഇനിയിപ്പോൾ ഒരു കൂട്ടം ഐഡിയകളോ അല്ലെങ്കിൽ കസ്റ്റംസോ വാല്യൂ ബിലീവ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ പറയുക ഒരു സൊസൈറ്റിയിൽ നിന്ന് അതിങ്ങനെ എന്താ പറയുക ഷെയർ ചെയ്ത് പാസ് ചെയ്ത് ആ ഒരു ഇത് എന്താ പിന്നെ ആ ഒരു സൊസൈറ്റിയിൽ പിന്നീട് വരുന്ന തലമുറകളൊക്കെ ജനറേഷൻസൊക്കെ അതെന്ത് ചെയ്യും, ഫോളോ ചെയ്യും. എന്നിട്ട് അത് അവരുടെ കൾച്ചറാക്കി മാറ്റും. അങ്ങനെയാണ് ഈ കൾച്ചറുകൾ ഉണ്ടാവാറുള്ളത്. ആ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ മേ ബി അത് ഡ്രസ്സിങ് സെൻസിലാവാം, അല്ലെങ്കിൽ ആർട്ടുകളിലോ, അല്ലെങ്കിൽ ഇനി ഫുഡ് ഹാബിറ്റിലോ, അല്ലെങ്കിൽ വല്ല സൂപ്പർസിഷ്യൻസിലോ, അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സെട്ര, അങ്ങനെ പല കാര്യത്തിലും ആവാം. അപ്പോൾ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ലേൺഡ് ബിലീവ്സ്, വാല്യൂസ്, customs that prevail in society. Culture influence consumer behavior. അങ്ങനെ പറയാം ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ. അതായത് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ വിശ്വസിച്ച് പോരുന്ന കാര്യങ്ങൾ, നമ്മളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റൽ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും മേ ബി നമ്മളുടെ ആ ഒരു എന്താ പറയുക കൾച്ചറൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ്റെ കൾച്ചറല്ല US-ലുള്ളത് അല്ലേ, ഇന്ത്യൻ്റെ കൾച്ചർ ആവില്ല US-ൽ ഉണ്ടാവുന്നത്. അതുപോലെ US-ത്തെ റൂളോ കാര്യങ്ങളോ ഒന്നും ആവില്ല മേ ബി ഇവിടെ ഉണ്ടാവുന്നത്. ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപോലെ ഉണ്ടായിരിക്കാം, പക്ഷേ ഒന്നും നമ്മളുടെ കൾച്ചറുകളൊന്നും അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓരോ ഡിഫറെൻറ്റ് രാജ്യങ്ങളതാവട്ടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എന്താ പറയുക വിശ്വാസത്തിലോ റിലീജിയനിലോ ഒക്കെ എന്തായിരിക്കും നമ്മളുടെ കൾച്ചറുകൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, സബ് കൾച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ കൾച്ചറിനും ഒരു സബ് കൾച്ചർ ഉണ്ടാവും, ഒരു സ്മോൾ ഭാഗം, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ
എല്ലാ കൾച്ചറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിഹേവിയർ, വാല്യൂസ് ഒക്കെ ഉള്ളതാണ് ഒരു സബ് കൾച്ചർ എന്ന് പറഞ്ഞ് വരുന്നത്. അതിനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിലീജിയൻ്റെ കേസിലോ ലാംഗ്വേജിൻ്റെ കേസിലോ അല്ലെങ്കിൽ ജോഗ്രഫിക് റീജിയനോ നാഷണാലിറ്റി, ഏജ്, ജെൻഡർ എക്സെട്ര അങ്ങനെ എന്തിൻ്റെയും മേലാവാം. ഓക്കെ, അപ്പോൾ ഇനിയെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു സൊസൈറ്റീൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു കൺട്രിയുടെ ലൈഫ് സ്റ്റൈല്, ഡ്രസ്സിങ് ഹാബിറ്റ് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്, റീജിയണൽ ഫങ്ഷൻസ്, ഫെസ്റ്റിവൽസ് എക്സെട്ര ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണാറ്. എല്ലായിടത്തും ഒരുപോലത്തെ കൾച്ചറല്ല. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന കേസുകളെയാണ് ഈ സബ് കൾച്ചറുകൾ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ്, ഒരു സിമിലർ വാല്യൂ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ബിഹേവിയർ സൊസൈറ്റിയിൽ വിശ്വസിക്കുന്ന, അതായത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന, വാല്യൂ ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ ഒരു കൂട്ടം പീപ്പിളാണ് ഈ സോഷ്യൽ ക്ലാസ്സിൽ പെടുന്നത്. ഒരു കൂട്ടം ആളുകളാണ് ഈ സോഷ്യൽ ക്ലാസ്സിലുള്ളത്. ഇവർ ഹു ഷെയർ ദ ഈക്വലായിട്ട് എക്കണോമിക് സ്റ്റാറ്റസ് ഷെയർ ചെയ്യുന്നവരാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകുന്നത്. ആൻഡ് ഈ ഒരു സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ ഈ ക്ലാസ് ഡിറ്റർമൈൻ ചെയ്യും. കാരണം നമ്മളുടെ ആ ഒരു സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മളുടെ ഒരു ഒക്യുപ്പേഷന്, ഫാമിലി ഹിസ്റ്ററി, അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസ്, പവർ, ഹെൽത്ത്, ലൈഫ് സ്റ്റൈല്, അതുപോലെ എഡ്യൂക്കേഷൻ, ഇൻകം ഇതൊക്കെയാണ് ഈ സോഷ്യൽ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അത് കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഡിഫൈൻഡ് ഇൻഫ്ലുവൻസ് ഓൺ പ്രൊഡക്ട്സ് ആൻഡ് ബ്രാൻഡ് പ്രിഫറൻസസ്, അങ്ങനെ പറയാം. ഷോർട്ടായിട്ട് പറയുമ്പോൾ സോഷ്യൽ ക്ലാസ്സസ് ഹാസ് എ ഡിഫൈൻഡ് ഇൻഫ്ലുവൻസ് ഓൺ പ്രൊഡക്ട്സ് ആൻഡ് ബ്രാൻഡ് പ്രിഫറൻസസ്. അപ്പോൾ ഇതാണ് ഒരു കൾച്ചറൽ ഫാക്ടറിനെ കുറിച്ചിട്ട് ഓവറോൾ നമുക്ക് പറയാനുള്ളത്. കൾച്ചറൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ സബ് കൾച്ചറിൻ്റെയും സോഷ്യൽ ക്ലാസിൻ്റെയും കൾച്ചറിൻ്റെയും ഒക്കെ ബേസിലായിരിക്കും ഈ ഒരു കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടാവുന്നത്. സോ ഇനി നമ്മളുടെ തേർഡ് ഫാക്ടറായ സോഷ്യൽ ഫാക്ടർ. അപ്പോൾ സോഷ്യൽ ഫാക്ടറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എ കസ്റ്റമർ കാണ്ട് ലീവ് എലോൺ. ഒരു കസ്റ്റമറിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, അയാൾ ആ ഒരു സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. സോ അയാളുടെ ജനറൽ ബിഹേവിയറിൽ അല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയറിൽ ഈ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. സോ ഈ സോഷ്യൽ ഫാക്ടേഴ്സ് കൺസ്യൂമർ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള മേജർ സോഷ്യൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫാമിലി, റെഫറൻസ് ഗ്രൂപ്പ്, റോൾ ആൻഡ് സ്റ്റാറ്റസ്. ഈ മൂന്നെണ്ണമാണ് നമ്മളുടെ കൺസ്യൂമർ ബിഹേവിയറിൽ സോഷ്യൽ ഫാക്ടേഴ്സായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസായ ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലിക്ക് നമ്മളുടെ കൺസ്യൂമർ ബിഹേവിയറിൽ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. എന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ എന്തെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങാനോ യൂസ് ചെയ്യാനോ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സജഷനുകൾ ചോദിക്കേണ്ടി വരും. അപ്പോൾ അവരുടെയൊക്കെ സജഷൻസും ഡിസിഷൻസും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വേണ്ടി വരും നമ്മളൊരു സെക്കൻഡ് ഡിസിഷൻ എടുക്കാനും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സപ്പോസ് ഇപ്പോൾ ഈ മോസ്റ്റ്ലി ഇപ്പോൾ കണ്ടുവരുന്നത് ന്യൂക്ലിയർ ഫാമിലീസാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് ആകുമ്പോൾ ഒരു ഡ്യൂറബിൾ ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഓക്കെ, സപ്പോസ് ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചറോ ഇൻറ്റീരിയർ ഡെക്കോർസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സ് വല്ലതും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫാമിലീനെ സംബന്ധിച്ചിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ ചിൽഡ്രൻസ് കൂടെ ആ ഒരു ഫാമിലി ബൈയിങ് ഡിസിഷനിൽ ഇമ്പോർട്ടൻ്റ് റോള് കളിക്കുന്നുണ്ട്. ഓക്കെ, ചിൽഡ്രൻസും ഉണ്ട് അതിൽ. അവർക്കും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയാനും
ഡിസിഷൻസ് എടുക്കാനും ഒക്കെയുള്ള റൈറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കൺസ്യൂമർ ബിഹേവിയറിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫാമിലി. ഇനി സെക്കൻഡ് വൺ റെഫറൻസ് ഗ്രൂപ്പ്. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ റെഫറൻസ് ഗ്രൂപ്പ് നമ്മൾ പലതരത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, കൺസ്യൂമർ ബിഹേവിയറിൽ പല തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ റെഫറൻസ് ഗ്രൂപ്പിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഫാമിലി ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, കോ വർക്കേഴ്സ് ആയിരിക്കും, ക്ലാസ്മേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ക്ലബ് മെമ്പേഴ്സോ സ്പോർട്സ് ഗ്രൂപ്പിലെ മെമ്പേഴ്സോ, അങ്ങനെ ആരും ആക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളവർ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും സജഷൻസ് തരാനൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നമ്മളുടെ തരാനൊക്കെ സഹായിക്കും. ഓക്കെ, ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ട് സപ്പോസ് ഒരു ഫോൺ വാങ്ങി, ആ ഫോണ് ഫ്രണ്ട്സിൻ്റെ അടുത്തിട്ട് കൊണ്ടുപോയിട്ട് പറയുകയാണ് ഇതിന് ഇന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഫോണാണ്, ക്യാമറ അത്ര ക്ലിയർ ഉണ്ട്, ഇത്ര GB ഇതിലുണ്ട്, ഓക്കെ ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഫീച്ചേഴ്സ് കുറച്ച് നമ്മൾ പറയുമ്പോൾ അവർക്കും ഓട്ടോമാറ്റിക്കലി ഇതുപോലൊരു ഫോൺ വാങ്ങിയാൽ കൊള്ളാം എന്നുള്ള ഒരു തോന്നൽ വരും. ഓക്കെ, അങ്ങനെ കൺസ്യൂമർ ബിഹേവിയറിനെ എന്ത് ചെയ്യാം, റെഫറൻസ് ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഫറൻസ് ഗ്രൂപ്പിനെ നമ്മൾ മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈമിലാണ്. ഓക്കെ, നമ്മളൊരു കാര്യം ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസസ് യൂസ് ചെയ്യാൻ, അപ്പോൾ ആ സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒരുപക്ഷെ നമ്മൾ ചോദിക്കാറ് പ്രിഫറൻസ് ഗ്രൂപ്പ് ഇതിൽ പെട്ട ആൾക്കാരോടായിരിക്കും. ഓക്കെ, നമ്മൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഒരു ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ നമ്മൾ ചോദിക്കര് ഇവരോട് ആരോടെങ്കിലും ആയിരിക്കും. നമ്മൾ ആ ഒരു നമ്മളൊരു റെഫറൻസ് നമ്മൾ ചോദിക്കുന്നത് അവരോടായിരിക്കും. അപ്പോൾ അതാണ് ഈ റെഫറൻസ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി റോൾ ആൻഡ് സ്റ്റാറ്റസ്. നമ്മളുടെ സൊസൈറ്റിയിൽ ഒരാൾക്ക് തന്നെ ഒരുപാട് റോളുകളുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ഒരു സൺ അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ എംപ്ലോയി, ഫ്രണ്ട്, ടീച്ചർ, ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് തന്നെ ഒരുപാട് റോളുകളുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് റോളിലാണോ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ നിൽക്കുന്നത്, ആ ഒരു റോളിനനുസരിച്ചിട്ട് വേണ്ടിയാവും ചിലപ്പോൾ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരിക, ആ ഒരു പർച്ചേസിങ് ഡിസിഷൻ എടുക്കേണ്ടി വരിക. ഓക്കെ, സോ ഈ റോൾ ആൻഡ് സ്റ്റാറ്റസ് ജനറലി ബൈയിങ് ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഓക്കെ, ഇൻ മോഡേൺ സൊസൈറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് അത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം, മെറ്റീരിയലിസ്റ്റിക്സ് ഓണർഷിപ്പ്, അതായത് പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൻ്റെയോ ഒക്കെ മെറ്റീരിയലിസ്റ്റിക് ഓണർഷിപ്പൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ റോൾ, സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് ആ പർട്ടിക്കുലർ ടൈമിൽ ഏത് റോളിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റസ് ആണോ അയാൾക്കുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും അയാളുടെ കൺസ്യൂമർ ബിഹേവിയർ, ബൈയിങ് ബിഹേവിയറിൽ അയാൾ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മേജർ സോഷ്യൽ ഫാക്ടേഴ്സ് കൺസ്യൂമർ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. അതായത് ഫാമിലി, റെഫറൻസ് ഗ്രൂപ്പ്, റോള്, സ്റ്റാറ്റസ്, ഇതൊക്കെ കൺസ്യൂമർ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്. സോ ഇതാണ് സോഷ്യൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ പേഴ്സണൽ ഫാക്ടേഴ്സ്, ഫോർത്ത് ഫാക്ടറായിട്ടുള്ള പേഴ്സണൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ബൈയിങ് ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് വരിക. ഓക്കെ, അപ്പോൾ അതാണ് പേഴ്സണൽ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ഫാക്ടറിൽ ഡെമോഗ്രാറ്റിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെമോഗ്രസി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഡെമോഗ്രാറ്റിക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏജ്, ജെൻഡർ, മെറിറ്റൽ സ്റ്റാറ്റസ്, ഇൻകം, ഒക്യുപ്പേഷൻ, ഫാമിലി ലൈഫ് സൈക്കിൾ, എഡ്യൂക്കേഷൻ എക്സെട്ര, ഇതൊക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിന് യുണീക്കായിട്ടുള്ള ഒരു ബൈയിങ് ബിഹേവിയർ
ഓക്കെ, യുണീക്കായിട്ടുള്ള ഒരു ഡിസിഷനാണ്, ബൈയിങ് ബിഹേവിയറിൽ വരുന്ന ഒരു ഡിസിഷനാണ്. ഇതൊക്കെ ഒരാളുടേത് മാത്രമായിരിക്കും. ഓക്കെ, ഇതൊരു ഇൻറ്റേർണൽ ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക പേഴ്സണൽ ഫാക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏജ്, അതുപോലെ തന്നെ ജെൻഡർ, സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ, ഒക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈല്, പേഴ്സണാലിറ്റി, സെൽഫ് ഇമേജ്, ഈ 7 കാര്യങ്ങളാണ് പേഴ്സണൽ ഫാക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബൈയിങ് ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഇനി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏജ് എന്ന് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് ആൻഡ് വാണ്ട്സ് ആയിരിക്കും. ഓക്കെ, അവരുടെ ബൈയിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അവരുടെ ഡ്രസ്സിങ് പാറ്റേണിലാണെങ്കിലും ഫുഡ് ഹാബിറ്റിലാണെങ്കിലും ഒക്കെ വളരെ വ്യത്യാസമായിരിക്കും. ഒരു യങ് പീപ്പിളിൻ്റെയും അതുപോലെ ഒരു ഓൾഡ് പീപ്പിൾ, ഇവരുടെ 2 ജനറേഷൻ ഗ്യാപ്പ് തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ 2 പേരുടേതായാലും, ഒരു യങ്സ്റ്ററിൻ്റേതായാലും ഒരു ഓൾഡ് പേഴ്സൻ്റേതായാലും നല്ല വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് ഏജിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഏജിലുള്ള ആളുകൾക്കും ഡിഫറെൻറ്റ് ബൈയിങ് ബിഹേവിയർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ജെൻഡർ. ജെൻഡർ എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ബിഹേവിയർ വാരസ് അക്കോർഡിംഗ് ടു ജെൻഡർ. ഓക്കെ, നമ്മളുടെ ഇപ്പോൾ എന്താ പറയുക, ഇനിയൊരു മെയിലാണെങ്കിൽ അവരുടേതായിട്ടുള്ള എന്താ പറയുക സാധനങ്ങളായിരിക്കും അവർക്ക് പർച്ചേസ് ചെയ്യാണ്ടാവുക. ഒരു ഫീമെയിൽ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്കും പർച്ചേസ് ചെയ്യാണ്ടാവും. 2 പേർക്കും വ്യത്യാസം അവിടെയും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടും എന്തുണ്ടാവും? ബൈയിങ് ബിഹേവിയർ ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സിനോടായിരിക്കും. ഒരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എന്താ പറയുക ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത് വെഹിക്കിൾസിനോട്, മൊബൈല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ജെൻഡറിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ലൈഫ് സൈക്കിൾ, സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ഡിഫറെൻറ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജിലും നമ്മുടെ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിലും നമുക്ക് ഡിഫറെൻറ്റ് ബൈയിങ് ബിഹേവിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അയാളുടെ ബർത്ത് മുതൽ ഡെത്ത് വരെയാണ് അയാളുടെ ലൈഫ് സൈക്കിൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് വരുന്നുണ്ട് അല്ലേ? അഡോളസൻസ് ഉണ്ട്, ടീനേജ് ഉണ്ട്, അഡൾട്ട് ഉണ്ട്, മിഡ് ഏജ്, ഓൾഡ് ഏജ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് വരുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജിലും നമ്മളുടെ ബൈയിങ് ബിഹേവിയർ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ലൈഫ് സൈക്കിളിൽ നമ്മളുടെ ബൈയിങ് ബിഹേവിയറും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ബൈയിങ് ബിഹേവിയറും ലൈഫ് സ്റ്റൈൽസും എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിളും ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്തത് ഒക്യുപ്പേഷന് എങ്ങനെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഒക്യുപ്പേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക പ്രൊഡക്റ്റിൻ്റെ ചോയ്സുകളിലോ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഓരോ ബ്രാൻഡിലും നമുക്കുണ്ടാവുന്ന വിശ്വാസം, ബിലീഫ്സ്, അതിലോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. ഓക്കെ, മാത്രമല്ല നമ്മളുടെ ഇൻകം, അതല്ലെങ്കിൽ നമുക്കൊരു സാധനം വാങ്ങാനുള്ള നമ്മളുടെ കപ്പാസിറ്റി, ബൈയിങ് പവർ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഒക്യുപ്പേഷൻ്റെ കേസിൽ നമ്മളുടെ ബൈയിങ് ബിഹേവിയറിൽ ചേഞ്ച് വരിക. ഓക്കെ, ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്യുപ്പേഷന് നമ്മളുടെ എന്താ പറയുക ഒരു എന്താ പറയുക ബൈയിങ് ബിഹേവിയറിൽ മാറ്റം വരുത്തുന്നത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്, അത് നമ്മളുടെ ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും വേണ്ടി വരിക. അവരുടേതായിട്ടുള്ള സ്റ്റാറ്റസിന് അല്ലെങ്കിൽ ബൈയിങ് പവറിന് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഇൻകത്തിൻ്റെ ബേസിൽ, സ്റ്റാറ്റസിൻ്റെ ബേസിൽ ഒക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് ചോയ്സുകൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടാവും ഇല്ലേ? അവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും ബ്രാൻഡുകൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഒക്യുപ്പേഷൻ്റെ കേസിൽ ബൈയിങ് ബിഹേവിയറിൽ വരുന്ന ചേഞ്ചുകൾ. ഇനി ലൈഫ് സൈക്കിളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക
ഒരു ആൾ എങ്ങനെ ജീവിക്കുന്നു, അതുപോലെ അവർ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അവർ എങ്ങനെയാണ് ഒരു കാര്യം ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ ഡ്രിങ്ക്സ്, അവർ സ്പെൻഡ് ചെയ്യുന്ന ലെഷർ ടൈം, വർക്കിൻ്റെ വർക്കുകൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ബൈയിങ് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ മീൻസ് പാറ്റേൺ ഓഫ് ലീവിങ് ഓർ സ്റ്റൈൽ ഓഫ് ലീവിങ് ഓർ ദ വേ ഓഫ് ലിവിങ്. Our lifestyle influence how we spend our money. This means lifestyle definitely influence buying behavior. എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന പാറ്റേൺ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു രീതി അനുസരിച്ചിട്ടോ ആയിരിക്കും നമ്മളുടെ ബൈയിങ് ബിഹേവിയറിൽ മാറ്റം വരുന്നത്. അതുപോലെ നമ്മളുടെ കയ്യിലുള്ള മണി, ക്യാഷ് എങ്ങനെ ചിലവഴിക്കുന്നു, എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ ഒരാൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ബൈയിങ് ബിഹേവിയർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ ക്യാരക്ടർ സ്കെച്ചാണ്. എല്ലാവർക്കും യുണീക്കായിട്ടുള്ള ബൈയിങ് ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യും, ഒരു സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ ബോണ്ട്ലെസ് ഓഫ് ഷൈ ഉണ്ടാവാതെ, കുറവില്ലാതെ മടിയോ ഒന്നുമില്ലാതെ അങ്ങനെ ഒരു ഇതുണ്ടാവും. നമുക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, അതുപോലെ ഫ്രണ്ട് ലൈൻസ് ഉണ്ടാവും, എക്സെട്ര. നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ നമ്മളുടേതായിട്ടുള്ള സ്വന്തം ഒരു ഡിസിഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, പേഴ്സണലി നമ്മൾക്ക് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഡിഫറെൻറ്റ് ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ ചോയ്സുകളുടെയൊക്കെ ബ്രാൻഡ് പ്രിഫറൻസ് അല്ലെങ്കിൽ ചോയ്സ് ഓഫ് പ്രൊഡക്ട്സ്, അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും പേഴ്സണാലിറ്റി നമ്മളെ കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി സെൽഫ് ഇമേജ് എന്ന് പറയുകയാണെങ്കിൽ പേഴ്സണാലിറ്റിയാണ് സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനെ. എന്ന് വെച്ചാൽ അയാളുടെ സെൽഫ് ഇമേജിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെൽഫ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടോ ആയിരിക്കും നമ്മൾ ഈ ഒരു സെൽഫ് ഇമേജ് അതല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയറിൽ സെൽഫ് ഇമേജ് കൊണ്ടുവരുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ, എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ ബേസിലൊക്കെ ആയിരിക്കും ഒരാളുടെ സെൽഫ് കോൺഫിഡൻസ് അതല്ലെങ്കിൽ അയാളുടെ ഇമേജ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാളുടെ ബൈയിങ് ബിഹേവിയറിൽ മാറ്റം വരുന്നത്. പിന്നെ സെൽഫ് കൺസെപ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു മാർക്കറ്റേഴ്സ് ഇൻ പ്ലാനിങ് അഡ്വർടൈസിങ് ക്യാമ്പയിനിൽ മാർക്കറ്റേഴ്സിന് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാനിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ഫാക്ടേഴ്സിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം: ഏജ്, അതുപോലെ ജെൻഡർ, പിന്നെ സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ, ഒക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി, സെൽഫ് ഇമേജ്, ഇതൊക്കെയാണ് പേഴ്സണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നും അതിൻ്റെ 5 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നുള്ളതും ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് നമ്മൾ ഇന്നെടുത്ത ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.